കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന റാലിയിൽ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. ദേശസ്നേഹത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർണ്ണാഭമായ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി കുട്ടികൾ അണിനിരന്നത് റാലിക്ക് പ്രത്യേക ആവേശം പകർന്നു. വർണ്ണസബലമായ റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പബ്ലിക് സ്കൂളിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. Do hereby adopt, enact and to keep to ourselves this Constitution. We, the Good Shepherd team, are very happy to participate in this Republic Day rally organized by our Kulatthupuzha Grama Panchayat. Thanking one and all for giving us this great opportunity on this occasion of 77th Republic Day of India. ജനങ്ങളുടെ ശക്തി, റിപ്പബ്ലിക് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന്റെ കരുത്ത്, റിപ്പബ്ലിക് ഇന്ത്യ. ഒരു രാഷ്ട്രം, ഒരു ജനത, ഒരു ഭരണഘടന. ഒരു രാഷ്ട്രം, ഒരു ജനത, ഒരു ഭരണഘടന. And the integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Once again, I wish warm and happy Republic Day wishes to one and all on behalf of Good Shepherd Public School, on which our country stands. It reminds us of our duties and fraternity. As we honor our Constitution today, let us listen with respect and pride to the preamble of the preamble. Socialist, secular, and to promote among them all fraternity, assuring the ഈ വഴിപ്പാറയിലൂടെ കടന്നു വരുന്നത് എല്ലാവർക്കും ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഐക്യത്തിലും സമാധാനത്തിലും പുരോഗമിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇന്ന് റിപ്പബ്ലിക് ദിനത്തിന്റെ ഈ അഭിമാന നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ ഇന്ത്യൻ ഭരണഘടനയെ നമുക്ക് ജനാധിപത്യ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളായ നീതി, സ്വാതന്ത്ര്യം, of India's 77th Republic Day celebration, we are here to remember and commemorate the values that form the foundation of our great nation. First of all, I extend warm and happy Republic Day wishes to one and all on behalf of Good Shepherd Public School. 2018 നിർത്തിവെച്ച പ്രതിഭാ സംഗമം അടുത്ത തവണ മുതൽ പുനരാരംഭിക്കുമെന്ന് പൊതുസമ്മേളന വേദിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്രഥമാധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്.
ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, GUPS, കട്ടഞ്ചിറ LPS, CMS UPS, CMS UPS, ചന്ദ്രക്കാവ്, നമ്മുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ കുളത്തൂപ്പുഴ, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 6-7 സ്കൂളിലാണ്, 5-6 സ്കൂൾ മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പങ്കെടുക്കാത്തത് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുന്നില്ല. കാരണം വളരെ ചെറിയ ഒരു നോട്ടീസ്, ആ നോട്ടീസിനുള്ളിലാണ് ഇതിൻ്റെ സംഘാടനം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. അടുത്ത വർഷം പ്രതിഭാസംഗമം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയും 2027 ജനുവരി 26 അനുബന്ധിച്ച് നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം എങ്കിൽ ഒന്ന് തുടങ്ങി വെക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ന് റിപ്പബ്ലിക് ദിന റാലിയും അതുപോലെ പ്രതിഭാസംഗമവും എന്ന് തീരുമാനിച്ചത്. അപ്പോൾ പ്രതിഭകൾ വരുമ്പോൾ പ്രതിഭകളെ ആദരിക്കണമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളിൽ 1ാം സമ്മാനം നേടിയവർ, ജില്ലാതല മത്സരങ്ങളിൽ 1ാം സമ്മാനം നേടിയവർ. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ വിവി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനത എന്നുള്ള ആ ഒരു സംസ്കാരത്തിൽ മുന്നോട്ട് പോകുന്നതിനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ ദിവസത്തിൽ, ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രതിഭാസംഗമം നമ്മുടെ ഒരു കുളത്തൂപ്പുഴയുടെ ഒരു ഉത്സവ മാമാങ്കമായിരുന്നത്. എനിക്കറിയാം, ഞാൻ ഓർക്കുന്നത് 97 അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുന്ന നമ്മുടെ സാബു എബ്രഹാമാണ്. അന്നാണ് നമ്മൾ തുടക്കം വെച്ചത്. നമ്മുടെ കുളത്തൂപ്പുഴയുടെ പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ശ്രീ രവീന്ദ്രൻ മാഷ് അദ്ദേഹത്തെ ഇവിടെ നേരിട്ട് കൊണ്ടുവന്നാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങി വെച്ചത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 2018 വരെ നമ്മൾ ഇരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഈ ഒരു പരിപാടി, ഈ പ്രതിഭാസംഗമം അതിൻ്റെതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നടത്തണം, തിരിച്ചു കൊണ്ടുവരണം എന്ന് ഈ ഭരണസമിതിയിലുള്ള മുഴുവൻ പേർക്കും താല്പര്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. തീർച്ചയായും ഇന്ന് ഈ ഒരു പരിപാടിയിൽ തന്നെ 2-3 ദിവസങ്ങൾ മാത്രം ഉണ്ടായിട്ട് കൂടി ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിക്കുന്നതിനും ഇതിൽ പങ്കെടുക്കുന്നതിനും എല്ലാം സഹായിച്ച അധ്യാപകരെ, സ്കൂളുകാരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തുടർന്ന് വിവിധ മേഖലകളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. സംസ്ഥാന ജില്ലാ സ്കൂൾ കലാകായിക പ്രവൃത്തി പരിചയ മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർ, യൂണിവേഴ്സിറ്റി റാങ്ക് കരസ്ഥമാക്കിയവർ, വിശിഷ്ട സേവനത്തിന് അവാർഡ് നേടിയ അധ്യാപകർ, സംസ്ഥാനത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായിരുന്ന ബഹിയ ഫാത്തിമ എന്നിവർക്ക് മെമന്റോ നൽകി അനുമോദിച്ചു. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ അരുൺ കൃഷ്ണൻ. റാലിയുടെ തുടക്കം മുതൽ പൊതുസമ്മേളനം വരെ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിന്റെ സജീവ പങ്കാളിത്തം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. दुश्मन ने ललकारा है, माँ ने हमें पुकारा है, दुश्मन ने ललकारा है, चलो जवानों बढ़ो जवानों, चलो जवानों बढ़ो जवानों, माँ ने हमें पुकारा है, दुश्मन ने ललकारा है, माँ ने हमें पुकारा है, दुश्मन ने ललकारा है. കുളത്തൂപ്പുഴ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ പ്രതിഭാസംഗമത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്നതിനായി ദേശഭക്തി ഗാനവും ഭരതനാട്യവും അവതരിപ്പിച്ച് സദസ്സിന്റെ കയ്യടി നേടി. ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ബ്ലോക്ക് മെമ്പർ ആനി ടോം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ എന്നിവർ വേദി പങ്കിട്ടു. സ്ട്രീം സ്റ്റുഡിയോ, വള്ളിക്കാല.